ഹലോ മുത്തുമണിയിലെ എന്തെല്ലാവരും വിശേഷൻസ് കാണാം. ഈ ഒരു വീഡിയോ കുറച്ച് ദിവസം മുന്നേ ഞാൻ എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇടാനും വൈകിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒഴിവ് സമയം കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒരു വ്ളോഗും കണ്ടൻറ്റും ഒന്നും ആയിട്ടുള്ള വീഡിയോസൊന്നും ഇല്ല, ചെയ്യാനും ഒരു മടിയും കാര്യങ്ങളൊക്കെ കേട്ടോ കൂട്ടുകാരെ. ഓരോ അവസ്ഥയിൽ ഇങ്ങനെ തരണം ചെയ്തിങ്ങനെ പോയതുകൊണ്ടായിരിക്കും എനിക്ക് വീഡിയോസ് തന്നെ യൂട്യൂബിൽ ഇടാനൊരു മടിയായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് കട്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികൾ ഫോണിൽ ഇങ്ങനെ കളിച്ചിട്ടേ അവരോരോ വീഡിയോസൊക്കെ യൂട്യൂബ് ഷോർട്ട് വീഡിയോസൊക്കെ നോക്കിയതിന് ശേഷം അത് അപ്ലോഡ് ആക്കിയിട്ട് പിന്നെ അവരതൊരു വീഡിയോ ഒക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ അങ്ങനെ ചാനൽ കട്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ മലപ്പുറം തമ്പുരു വ്ളോഗ് അപ്പോൾ ഏതായാലും റീകവർ ചെയ്തെടുത്തിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ ചാനൽ. ഏതായാലും 11,000 ആളുകളുള്ള ഒരു ചാനലാണ്. പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ മാനസികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ തോന്നി. പക്ഷേങ്കിൽ നമ്മൾ വീഡിയോ ഡെയിലി ആയിട്ട് ഇടണവും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ യൂട്യൂബിലിടാൻ തന്നെ എന്തോ ഒരു പോലെ കേട്ടോ. ചാനൽ മോണിറ്റൈസ് ആയിട്ടും ഫസ്റ്റ് ഏർണിങ്സ് കിട്ടിയിട്ടും ഒക്കെ കുറേ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ വീഡിയോ നമുക്ക് പിന്നീട് ഇങ്ങനെ ഇടാനുള്ളൊരു മടുപ്പ് എന്താണെന്നറിയില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണമല്ലോ. വീട്ടിൽ ഈ മക്കളെ നോക്കി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് ആവാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഓരോ വീഡിയോ എടുത്ത് പോകും. പക്ഷേങ്കിൽ അതിനൊന്ന് അപ്ലോഡ് ആക്കണം, ഒന്ന് വോയിസ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ അതിനൊന്നും പറ്റില്ല കേട്ടോ. എന്താ എനിക്ക് പറ്റിയതെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. എനിക്ക് ആദ്യം യൂട്യൂബിലെ വരുമാനം കിട്ടിയതോടെ തന്നെ ഞാൻ തളർന്നു പോയ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനെങ്കിലും കണ്ണേറല്ല നട്ടിയെന്ന് എനിക്കറിയില്ല. പിന്നെ വെച്ചാൽ പിന്നെ ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിലായാലും നമ്മുടെ ഫാമിലിയിലായാലും എവിടെ നിന്നാണെങ്കിലും നമുക്ക് ഇപ്പോൾ യൂട്യൂബ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും അങ്ങനെ നമ്മുടെ ചാനൽ കാണുന്നവരൊന്നുമില്ല. പിന്നെ നമ്മളൊക്കെ രക്ഷപ്പെടുന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള പല ആളുകളൊക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ നമ്മളെ കുടുംബത്തിൽ നമ്മുടെ ഫാമിലിയിൽ നിന്നൊക്കെ വീഡിയോ കാണുന്നവരൊന്നും ആരുമില്ല കേട്ടോ. അവർക്ക് അതിനുള്ള സമയമല്ല. നിങ്ങളൊക്കെ ആരെയും യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ട് വിചാരിച്ചിട്ട് ആദ്യം തന്നെ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും കൂടപ്പിറപ്പാക്കുന്ന ആരും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണ്ട. ചാനൽ തുടങ്ങുന്ന പറയും വേണ്ട, മുണ്ടാതെ കുത്തിയിരുന്ന് ചെയ്യുക. അതങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടോളൂ. അപ്പോൾ പിന്നെ നാട്ടുകാരൊക്കെ കണ്ടോളും, പിന്നെ അങ്ങനെ തുടങ്ങിക്കോളൂ കേട്ടോ. അല്ലാതെ നമ്മൾ മണ്ടിച്ചെന്നാണ്ട് ഞാൻ ചാനൽ തുടങ്ങി പറഞ്ഞിട്ട് ഷെയർ ചെയ്യുന്ന പരിപാടിയൊന്നും ആരും ചെയ്യണ്ട കേട്ടോ. ഷെയർ ചെയ്യാതെ മുന്നോട്ട് പോയിക്കോളൂ, എന്നാൽ തന്നെ ഞങ്ങൾ രക്ഷപ്പെടും. യൂട്യൂബൊക്കെ എല്ലാവരും തുടങ്ങിക്കോളി, അതൊക്കെ ഒരു വരുമാന മാർഗ്ഗമാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വാച്ച് അവറും നല്ല വ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അതിലൂടെ ഒരു ഏണിങ്സ് സമ്പാദിക്കാം. എനിക്ക് ആദ്യ തവണ ഗഡുവൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഞാൻ വീഡിയോ ഇടാനും ഇതാക്കലൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ഒരു $4 $5 ഉള്ളൂ. ഇനി അതൊരു $100 ആയാലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾക്കൊക്കെ എണ്ണി കിട്ടപ്പം പോലെ 10 ആൾക്കാർ 11 ആൾക്കാർ 20 ആൾക്കാരൊക്കെ കാരണം പോലെയാണ് നമ്മൾക്കൊക്കെ ഉള്ള വ്യൂസ്. ഏകദേശം ഒരു 15,000 ഒരു 15,000 20,000 30,000 ഒക്കെ വ്യൂസൊക്കെ വേണം ശരിക്കും നല്ലൊരു ഏണിങ്സൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് വീഡിയോസ് ആരും പ്രത്യേകിച്ച് കാണുന്ന ആളുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ മടുപ്പും ചടപ്പും ഒക്കെ തോന്നും. പിന്നെ ഒന്നും എന്താ നമ്മളെ വിശേഷങ്ങളും കുട്ടികളതൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഭാവിയിൽ കണ്ടുവിടെ. പിന്നെ അഥവാ ഒരു വരുമാനം മാർഗ്ഗമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് എൻ്റെ മക്കൾക്ക് തന്നെയല്ലേ അതൊരു കാര്യം. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ കണ്ടു തുടങ്ങിക്കോളും. ഇപ്പോൾ ഫുള്ള് ട്രെൻഡിങ് ഇൻസ്റ്റഗ്രാമാണല്ലോ അല്ലേ. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇപ്പോൾ ഏകദേശം ഞാൻ തന്നെ ചില റീൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ചെറിയ പ്രൊമോഷൻ വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഫോളോവേഴ്സല്ല വ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതൊരു തന്നെയാണ് കേട്ടോ. പല ആളുകളും വീഡിയോസൊക്കെ ചെയ്യാൻ വരുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കാറും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ ഓരോ കടകളിൽ ഇതൊക്കെ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ ഇൻസ്റ്റാ പേജ് കാണണമെന്നുണ്ടെങ്കിൽ മിത്ര ചിത്ര എന്നടിച്ചാൽ മതി. ഇന്നത്തെ വിഭവം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ വരെ എത്തിയത്. ദേവാ അപ്പം അങ്ങനെ 3 മക്കളെയും വെച്ചിട്ടാണ് കേട്ടോ നമ്മളൊക്കെ ഒരു വീഡിയോ എടുക്കലൊക്കെ. അതുകൊണ്ട് തന്നെ ആദ്യം മക്കളെ കാര്യം പിന്നെ യൂട്യൂബ് എന്നുള്ള ചിന്തയാണ് എനിക്ക് കേട്ടോ. അപ്പം അങ്ങനെ കേസ് ഇവിടെ കണ്ടില്ലേ 2 എണ്ണത്തിന് തല്ലുകൊടുത്ത ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിൻ്റെ അവസ്ഥ. ഏത് വീട്ടിലങ്ങനെ തന്നെയാണ് മക്കളെല്ലാം വികൃതിയൊക്കെ. പിന്നെ പല ആൾക്കാരും ചോദിക്കും എൻ്റെ 3 ആളെ എങ്ങനെ നോക്കണേ, അവരൊക്കെ നോക്കാൻ ഗതികേടുണ്ടോ. ഈ പറയുന്ന ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും കേട്ടോ.
ഇവരൊന്നും അല്ലല്ലോ നമ്മളെ വീട്ടിൽ വന്ന് നോക്കണത്. ഇവരൊക്കെ നോക്കണമെങ്കിൽ ഞാൻ തന്നെ നോക്കട്ടെ, ഞാൻ തന്നെ ഒറ്റയ്ക്ക് നോക്കണ്ടേ എന്നുള്ള ചിന്ത വരുമ്പോഴേക്ക് ദേഷ്യം വരും ഇവർ ഭക്ഷണം കഴിക്കുമ്പോൾ. ഇവരൊക്കെ ഒരു തല്ലെടുത്തുണ്ടോന്നു അതൊക്കെ ഒരു മാട്ടിച്ചോദ്യമാണ് ഓരോരുത്തർക്കൊക്കെ ഒരു കളിയാക്കിയുള്ള ചോദ്യം. മൂന്നാളെങ്ങനെ നോക്കുക എങ്ങനെ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും ഞാൻ പറയുന്നത് കേട്ടാ. അതേപോലെ തന്നെ എനിക്ക് മൂന്നാമത്തെ ഞാൻ വിശേഷം ഉണ്ടായപ്പോൾ എല്ലാവരും എന്താ പറയുന്നത്, മൂന്നാമത്തെ ആൺകുട്ടി ആയാൽ മതി എന്നിട്ടോ എന്ന് പറയട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറയും, എന്താ ആൺകുട്ടിയായാലും പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടികളായാലും ഞങ്ങൾക്ക് തന്നെയല്ലേ ഇതുള്ളൂ. അപ്പോൾ എന്താപ്പോൾ ഒരു ആൺകുട്ടിയായാൽ മതി എന്നുള്ളൊരു ചോദ്യമൊക്കെ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ ആയാലും കണക്കാട്ടോ. നമ്മൾ നല്ല നോക്കിയിട്ട് സമയത്ത് നോക്കി കൊടുക്കുക. പിന്നീടൊക്കെ ഭാവിയിൽ അവർ നോക്കിയെന്നൊക്കെ ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം അത് കണ്ടിട്ട് നമ്മളെ മക്കൾ പഠിക്കുകയുള്ളൂ. അപ്പം നല്ല രീതിയിൽ നല്ല മനുഷ്യന്മാരായിട്ട് കൂടിച്ചേരാനും നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ നമ്മൾ തന്നെ ബിഹേവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ ബിഹേവിയറിലൂടെയാണ് മറ്റുള്ളവരോട് മനസ്സിലാക്കുക. നമ്മളെ പെരുമാറ്റമാണല്ലോ എല്ലാവരും. അപ്പം അങ്ങനെ പെരുമാറ്റം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുത്തിരുന്നാലേ നമ്മളെ പണി നടക്കില്ല. കാരണത്തിന് ഇത് കുറച്ച് മുന്നായിട്ട് എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കേസ്. പിന്നെ ഞാൻ ഉള്ള പണി പറഞ്ഞാൽ ചോറ് ഉണ്ടാക്കലും ഒക്കെ ചായപൊടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പത്തുമുറിലും എല്ലാതും കഴിഞ്ഞ് ചോറ് എടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറൊക്കെ വെന്ത് റെഡിയായി. പിന്നെ കറിയും ആയിട്ടുണ്ട് കേട്ടോ. കറി ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റേഷൻ അരി ആയതുകൊണ്ട് 2 തലകളിക്കുമ്പോഴേക്കും അതങ്ങോട്ട് വെന്ത് കിട്ടും. പിന്നെ അടിച്ചേരി തുടക്കലാണ് മെയിൻ പരിപാടിയാണ് കേട്ടോ. 2 നേരമൊക്കെ അടിച്ചേരി തുടക്കേണ്ടി വരും കേട്ടോ. മക്കളിങ്ങനെ ഓരോന്ന് പരത്തിയിട്ട് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടിച്ചു വന്ന ഭാഗമൊക്കെ ആയിരുന്നു അവിടെ. പിന്നെ ഒന്നുകൂടി അങ്ങോട്ട് പരത്തി ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഓരോ വിക്രസ് പരിപാടിയൊക്കെ. ഏറ്റവും വലിയ ദേഷ്യമാണ് പണി എടുക്കുക എന്നുള്ളത്. അപ്പം ആ ഒരു സമയത്ത് മക്കളേറെ നമുക്ക് പണി തരുന്ന ഞാൻ വിചാരിക്കട്ടോ. ഞാൻ ഭയങ്കര മടിച്ചി ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ദൈവം എനിക്ക് 3 മക്കളെ തന്നത് ഞാൻ എൻ്റെ ശ്രീയോനോട്. കാരണം എല്ലാത്തിലും എനിക്ക് മടിയാണ്. ഒരു പണിയെടുക്കേണ്ട കാര്യത്തിന് മാത്രം മടിയില്ല, ബാക്കി എല്ലാ കാര്യത്തിലും മടിയാണ്. അത് വല്ലാത്തൊരു മടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പേജ് നമ്മളെ മലപ്പുറം തമ്പുരും എന്ന വ്ളോഗ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ആക്കുക. ഒരു തമ്പുരു എന്ന യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം കാര്യങ്ങൾ. ഇതാണ് കേട്ടോ ഏട്ടൻ്റെ വീട്. അപ്പോൾ ഏട്ടൻ്റെ അച്ഛനാണത്. പിന്നെ നമ്മൾ ഓരോ വ്ളോഗായിട്ട് ഇങ്ങനെ ഓരോ ദിവസം വരുന്ന കേട്ടോ. എടുക്കാൻ അങ്ങോട്ട് തോന്നണില്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മുത്തുമണികളുണ്ട്. എല്ലാവരോടും നന്ദി മാത്രം, സ്നേഹം മാത്രം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ചൊക്കെ കാണാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു കോളാബറേഷൻ ഉണ്ടായി നമുക്ക് കേട്ടോ. വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഗിഫ്റ്റ്. അപ്പോൾ മറ്റു സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവരെയും കൂടി ഫോളോ ചെയ്ത് വരണമെന്നുള്ള ഇതിൽ അങ്ങനെ ഒരുപാട് ആളുകളെ നമ്മളെ ഫോളോവേഴ്സിന് അന്ന് നമ്മുടെ ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നടക്കുന്നുണ്ട് നമ്മളെ വണ്ടൂർ. അപ്പോൾ അവിടെ വെച്ചിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടെ നിൽക്കുന്ന ഒരുപാട് മുത്തുമണികളുണ്ട് സപ്പോർട്ട് കട്ടയ്ക്ക് ചെയ്യുന്ന. അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ. അപ്പം വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നൊരാടെയെങ്കിലും വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങുക. 4000 മണിക്കൂർ വാച്ച് അവർ ആവണം. അതുകൊണ്ട് തന്നെ നമ്മൾ 7 മിനിറ്റ് 8 മിനിറ്റ് ലെങ്ത്തുള്ള വീഡിയോകൾ മാക്സിമം ഇടാൻ നോക്കുക. ഷോർട്ട് വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്ന പല ആളുകളുണ്ടാവും. ഷോർട്ട് വീഡിയോൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ലോങ് വീഡിയോ കൂടി നിങ്ങൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഭാവിയിലേക്കൊരു ഏണിങ്സ് തന്നെയായിരിക്കും. പെട്ടെന്ന് നമ്മളെ ചാനലൊക്കെ റീച്ചായി തുടങ്ങിക്കഴിഞ്ഞാൽ മോണിറ്റൈസ് ഓപ്പൺ ആവും. പിന്നെ അതിലൂടെ കിട്ടുന്ന കുറച്ച് ചെറിയ ഡോളറുകൾ നിങ്ങൾക്ക് വലിയ ഡോളറായിട്ട് വലിയ എന്തെങ്കിലും നല്ലൊരു സമ്പാദ്യത്തിലേക്ക് എത്താൻ കഴിയും. അങ്ങനെയാണല്ലോ എല്ലാ യൂട്യൂബേഴ്സും മുന്നോട്ട് നിൽക്കുന്നത്. പക്ഷെ പല ആളുകളെയും വിചാരം അവരൊറ്റയ്ക്ക് പറന്നെത്തിയെന്നാണ്. പക്ഷേ ഈ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന പല ആളുകളെയും മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ നിലയിലുള്ള നമ്മൾ കേരളത്തിൽ തന്നെ ഭയങ്കര അഹങ്കാരം പിടിച്ച കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അതേപോലെ നല്ല നമ്മൾ എവിടെ കണ്ടല്ലോ എല്ലാവരോടും മുണ്ടാണ്. കാരണം നമ്മൾക്ക് അത്ര വലിയ
ഇതൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഇന്നേരേപ്പിക്ക് നല്ല അടിപൊളി കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം കൂട്ടുകാരെ. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരുന്നതാണ്. ഭയങ്കര ചൂടാണ്, എല്ലാവരും കെയർ ചെയ്ത് നിൽക്കുക. അപ്പോൾ എല്ലാവരോടും സ്നേഹപൂർവ്വം അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാ മുത്തുമണികളോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരു. താങ്ക് യു ഫോർ വാച്ചിങ്. സ്നേഹപൂർവ്വം, ഹൃദയപൂർവ്വം. അപ്പോൾ നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യാനുള്ളൊരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കാൻ പറയുന്ന ആളുകൾ ലൈക്ക് അടിച്ചോളൂ. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതുവരെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി മാത്രം. സ്നേഹത്തോടെ സ്നേഹപൂർവ്വം. വീണ്ടും നമ്മൾ പറയാൻ കാരണം എന്താണോ, ലൈക്ക് അടിക്കാൻ മറന്ന് കുറച്ച് എണ്ണുണ്ട് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവരോടും കൂട്ടുകാരെ നന്ദി.